നമസ്കാരം. ഗൾഫ് വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സൗദി അറേബ്യയിൽ നിതാഖത്ത് പൊതുമാപ്പ് സമയം അവസാനിച്ചു. രേഖകൾ നിയമാനുസൃതമല്ലാത്ത ഇന്ത്യക്കാരുടെ ഭാവിയിൽ ആശങ്ക. വാർത്തകളിലേക്ക് വിശദമായി. വിദേശികൾ തൊഴിൽ അന്വേഷിച്ച് വിവിധ ഓഫീസുകൾ കയറിയിറങ്ങുന്നതിന് തൊഴിൽ മന്ത്രാലയം വിലക്കേർപ്പെടുത്തി. ഇത്തരക്കാരെ ശ്രദ്ധയിൽപ്പെട്ടാൽ അധികൃതരെ അറിയിക്കണം. ശമ്പളം നൽകൽ ബാങ്കിലൂടെ മാത്രമായിരിക്കണമെന്ന നിയമം പ്രാബല്യത്തിൽ വന്നാൽ സ്പോൺസറുടെ കീഴിലല്ലാതെ ജോലി ചെയ്യുന്നവരെ കണ്ടെത്താൻ അനായാസമായി സാധിക്കുമെന്നും തൊഴിൽ മന്ത്രാലയ വക്താവ് അറിയിച്ചു. ഒളിമ്പിക്സ് 20 കിലോമീറ്റർ നടത്തത്തിൽ മലയാളി താരം KT ഇർഫാൻ മികച്ച പ്രകടനത്തോടെ 10ാമതായി ഫിനിഷ് ചെയ്തു. 1 മണിക്കൂർ 20 മിനിറ്റും 21 സെക്കൻഡുമാണ് 20 കിലോമീറ്റർ താണ്ടാൻ ഒടുവിൽ കനത്ത ഉഷ്ണത്തിലും പ്രവാസികളിലെ മനസ്സിൽ കുളിർമഴ പെയ്യിച്ചുകൊണ്ട് നിതാഖത്ത് സമയപരിധി നീട്ടിക്കൊണ്ടുള്ള സൌദി ഭരണാധികാരി അബ്ദുള്ള രാജാവിന്റെ രാജകൽപ്പന പുറത്തുവന്നു. 4 മാസത്തേക്ക് നീട്ടിയ ഗ്രേസ് പീരിയഡ് നവംബർ 4-നാണ് അവസാനിക്കുക. ഏറെ നീണ്ട അഭ്യൂഹങ്ങൾക്ക് വിരാമമിട്ടുകൊണ്ടാണ് രാജകൽപ്പന പുറത്തുവന്നത്. ഒട്ടേറെ വിദേശികൾ താമസരേഖകൾ ശരിയാക്കാനും നാട്ടിൽ പോകാനും തയ്യാറായ സ്ഥിതിക്ക് സമയപരിധി നീട്ടണമെന്ന് രാജ്യത്തെ വിവിധ കോണുകളിൽ നിന്ന് ആവശ്യമുയർന്നിരുന്നു. വിവിധ എംബസികൾ, ചേംബർ ഓഫ് കൊമേഴ്സുകൾ, വൻകിട നിർമ്മാണ കമ്പനികൾ എന്നിവയാണ് ഗ്രേസ് പീരിയഡ് നീട്ടണമെന്നാവശ്യപ്പെട്ട് തൊഴിൽ മന്ത്രാലയത്തെ സമീപിച്ചത്. തുടക്കത്തിൽ തൊഴിൽ മന്ത്രാലയം നിഷേധാത്മക നിലപാടാണ് സ്വീകരിച്ചിരുന്നതെങ്കിലും ഒടുവിൽ തൊഴിൽ മന്ത്രാലയം തന്നെയാണ് കാലാവധി നീട്ടണമെന്ന് രാജാവിനോട് അഭ്യർത്ഥിച്ചത്. സൌദി അറേബ്യയിൽ നിതാഖത്ത് പൊതുമാപ്പ് സമയം അവസാനിച്ചു. സൌദി ഭരണാധികാരി അബ്ദുള്ള രാജാവിന്റെ മനുഷ്യത്വപരമായ ഇടപെടലിനെ തുടർന്ന് 6 മാസത്തേക്ക് നീട്ടിയ പൊതുമാപ്പാണ് അവസാനിച്ചത്. എന്നാൽ നിരവധി പേർ ഇപ്പോഴും നാട്ടിൽ പോകാൻ സാധിക്കാതെ കഴിയുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി നരേന്ദ്രൻ ചെറുകാടൊപ്പം ചേരുകയാണ്. നരേന്ദ്രൻ, ഇപ്പോഴും തൊഴിൽ മന്ത്രാലയം വിളിച്ചു ചേർത്ത യോഗം ഇപ്പോഴും തുടരുകയാണോ? സമയപരിധി ഇനിയും നീട്ടി നൽകാൻ സാധ്യതയില്ല എന്നാണ് അറിയുന്നത്. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? തീർച്ചയായും ശിവപ്രിയ, സമയപരിധി നീട്ടി നൽകിയിട്ടില്ല. ഞായറാഴ്ച, അതായത് ഇന്ന് ചേർന്ന തൊഴിൽ മന്ത്രാലയത്തിന്റെ അതിനിർണായക യോഗം വരും ദിവസങ്ങളിൽ നടക്കാനിരിക്കുന്ന പരിശോധനയുടെ തന്ത്രങ്ങളാണ് ആവിഷ്കരിച്ചത്. 6 മാസം നീട്ടി നൽകിയ പൊതുമാപ്പ് തൽക്കാലം നീട്ടി നൽകേണ്ടതില്ല എന്ന തീരുമാനമാണ് യോഗം എടുത്തത്. ഇത് സംബന്ധിച്ച് ആഭ്യന്തര തൊഴിൽ മന്ത്രാലയത്തിന്റെ സംയുക്ത പ്രസ്താവന മേജർ ജനറൽ മൻസൂർ അൽ തുർക്കി ഇന്ന് വൈകിട്ട് മാധ്യമങ്ങൾക്ക് നൽകി. കാലാവധി ഇനിയും നീട്ടിയാൽ അത് രാജ്യത്തിന്റെ ബലഹീനതയായി നിയമലംഘകർ കാണുമെന്നാണ് തൊഴിൽ മന്ത്രാലയത്തിന്റെ വാദം. എന്നാൽ പരിശോധനകളിൽ അധികൃതർ മൃദു സമീപനമായിരിക്കും സ്വീകരിക്കുക എന്ന സൂചനയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ഫാമിലി ഫ്ളാറ്റുകളിൽ വനിതാ സ്ക്വാഡിനെ ഉപയോഗിച്ചുള്ള പരിശോധന ഉടൻ ഉണ്ടാവില്ല എന്ന് തൊഴിൽ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. ഫാമിലി വിസിറ്റ് വിസയിലെത്തി വിസ കാലാവധി തീർന്ന കുടുംബങ്ങളെ നാടുകടത്തുമെന്ന് നേരത്തെ പ്രഖ്യാപനമുണ്ടായിരുന്നു. ഓഫീസുകൾ, കൺസ്ട്രക്ഷൻ സൈറ്റുകൾ, പ്രധാന റോഡുകൾ, ഷോപ്പിംഗ് കോംപ്ലക്സുകൾ, ബിസിനസ് സൂക്കുകൾ എന്നിവിടങ്ങളിലായിരിക്കും പരിശോധന എന്ന് അധികൃതർ വ്യക്തമാക്കി. വ്യക്തമായ തിരിച്ചറിയൽ രേഖകളോടെയുള്ള ഉദ്യോഗസ്ഥരായിരിക്കും പരിശോധന നടത്തുക. തൊഴിലാളികളോട് മാന്യമായി പെരുമാറണമെന്നും പരിശോധകർക്ക് അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ചെറിയ തോതിലുള്ള പരിശോധനകൾ വെള്ളിയാഴ്ച തന്നെ ആരംഭിച്ചിരുന്നു. കാര്യമായും അനധികൃത ടാക്സികളെയാണ് പരിശോധിക്കുന്നത്. അംഗീകൃത ടാക്സികളിലല്ലാതെ സ്വകാര്യ വാഹനങ്ങളിൽ ഡ്രൈവറെ കൂടാതെ പുറകിലെ സീറ്റിലിരിക്കുന്നവരുടെ വിവരങ്ങളാണ് ശേഖരിക്കുന്നത്. ഇവർ അനധികൃത താമസക്കാരാണോ, വാഹനം കള്ള ടാക്സിയാണോ എന്നറിയാൻ വേണ്ടിയായിരുന്നു പരിശോധന നടന്നിരുന്നത്. ഇന്ന് വൈകിട്ട് റിയാദിന്റെ വാണിജ്യ തലസ്ഥാനമായ ബത്തയിൽ പരിശോധന ആരംഭിച്ചതായും റിപ്പോർട്ടുണ്ട്. ശിവപ്രിയ, സൌദി അറേബ്യയിൽ നിതാഖത്ത് പൊതുമാപ്പ് സമയം അവസാനിച്ചു. ഇനിയും സമയം നീട്ടി നൽകില്ല എന്ന് അധികൃതർ അറിയിച്ചു.